പത്തനംതിട്ടയിൽ ഒരു അമ്മയും കുഞ്ഞും ആ വഴിയിൽ പെട്ടിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത് നോക്കാം. പ്രവീൺ, എവിടേക്ക് യാത്ര പുറപ്പെട്ടവരാണ് ഇവർ? വഴിയിൽ കുരുങ്ങിയിരിക്കുന്നു, ഒന്ന് ചോദിക്കൂ അവരോട്. സ്മൃതി, ബംഗളൂരുവിൽ നിന്നും ഇവർ അടൂരിലേക്ക് എത്തിയതാണ്. ഇടയ്ക്ക് ഈ ഹർത്താൽ കാരണം പല തടസ്സങ്ങളും ഉണ്ടായി എന്നവർ പറയുന്നു. ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകാനാണ്? ഞങ്ങൾക്ക് പുനലൂർക്ക് പോകാനുള്ള ബസ്സിനായിരുന്നു വേണ്ടത്. ഏഴംകുളത്താണ് ഇറങ്ങിയത്. ഏഴംകുളത്ത് ഇറങ്ങി പോകാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കടത്തി വിടാതെ. അപ്പോൾ ഇവിടം വരെ ബസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോകാൻ അങ്ങനെ ഇവിടെ സ്റ്റക്കായി നിൽക്കുക. കുട്ടികളൊക്കെ ഉണ്ടല്ലേ, അവർക്ക് ബുദ്ധിമുട്ടായി. കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുക. അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയി വിളിക്കാൻ പോയതാണ്. ഇന്നലെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഹർത്താലാണെന്ന് പറഞ്ഞാലും അങ്ങനെ ആർക്കും ദോഷകരമായി ബാധിക്കില്ലെന്നാണ് ഞങ്ങൾ കേട്ടത്. പക്ഷേ അവിടുന്ന് ഇവിടം വരെ വന്നത് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും കണ്ടില്ല. ഇവിടെ അടൂരാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് പ്രശ്നം. ഞങ്ങൾ വേറെ വണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യുമോ. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഒപ്പം തന്നെ ലഘുഭക്ഷണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ അടൂരിൽ ഈ ഹർത്താൽ അനുകൂലികൾ എല്ലാ കടകളും അടപ്പിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ മാടക്കട പോലും ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്നിറങ്ങിയ ബസ് അത് തടഞ്ഞു എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. കുഞ്ഞുങ്ങളുമുണ്ട്. അതിനുശേഷം അവരിപ്പോൾ റോഡരികിൽ ഒരു തണലിലേക്ക് മാറി ഇരിക്കുകയാണ്. അവർക്ക് യാത്രാ തടസ്സം ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ വേറെ വാഹനം വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. ഇപ്പോഴും അവർ അടൂരിൽ തന്നെ തുടരുകയാണ്. ശരി.